ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഗ്രൗണ്ട്സും ഫൈൻഡ് ചെയ്തില്ല എങ്കിൽ, നമുക്കറിയാലോ ഡൈവോഴ്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട്സ് വേണമെന്ന്. ഏതെങ്കിലുമൊക്കെ ഗ്രൗണ്ട്സ് വെച്ച് ഫയൽ ചെയ്തിട്ട് ആ ഗ്രൗണ്ട്സ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കാതെ ആ ഡൈവോഴ്സ് അലോ ചെയ്യാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ അലോ ചെയ്യുമ്പം ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു പ്രെയർ കോടതിക്ക് അലോ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, റിലീഫായിട്ട് ചോദിക്കാത്ത കാര്യം ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ DNA ടെസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നു, അഡൾട്ടറി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവോഴ്സ് കിട്ടാൻ ആഗ്രഹിക്കാത്തവർക്ക്, അതായത് കള്ള ഗ്രൗണ്ടിൽ ഫയൽ ചെയ്യുന്നവർക്ക് ഇത് കേൾക്കാനായിട്ട് വളരെ ഉപകാരപ്പെടും. അപ്പം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് പാർട്ടീസാണ് ഉള്ളത്. അവരുടെ വിവാഹം 2008 കഴിഞ്ഞത്. ഹിന്ദു റൈറ്റ്സ് ആൻഡ് കസ്റ്റം പ്രകാരമാണ് കഴിഞ്ഞത്. അവര് ഹിന്ദുക്കളാണ്. അവരുടെ ഫാമിലീസിന് മാരേജിന് മുമ്പേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നു. അങ്ങനെയാണ് ഈ കല്യാണം വന്നതും കല്യാണം നടത്തിയതും. കല്യാണം കഴിഞ്ഞ ശേഷം അവർ ഒരുമിച്ച് ആണ് ജീവിച്ചു വരുന്നത്. ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ജീവിച്ചു വരുന്നത്. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഭാര്യ മാരേജ് കൺസ്യൂമേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല, അതായത് സെക്ഷൽ ഇന്റർകോഴ്സിന് തയ്യാറാവുന്നില്ല. ഹസ്ബൻഡ് മനസ്സിലാക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പാണ്. അവർക്ക് മറ്റാരുമായിട്ടോ ബന്ധമുണ്ട്, അതിനൊരാളെ ഹസ്ബൻഡ് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. ഈ സെക്ഷൽ റിലേഷൻഷിപ്പിന് തയ്യാറാവാത്ത ഭാര്യ മാട്രിമോണിയൽ ഹോമിൽ നിന്ന്, അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും അത് കഴിഞ്ഞ് ഒരു മാസം കഴിയപ്പം അവർ ഡിക്ലെയർ ചെയ്യാണ് അവർ പ്രഗ്നന്റ് ആണെന്ന്. ഹസ്ബൻഡ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അവരുടെ വിവാഹം കൺസ്യൂമേറ്റ് ആയിട്ടില്ല, അതായത് അവർ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രഗ്നൻസിക്ക് കാരണക്കാരൻ അദ്ദേഹമല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ആ ഒരു കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ അവർ താലിമാല വലിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് എറിഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇത് സഹിക്കാൻ വയ്യാതെ, അതായത് അവരുടെ ക്രൂവൽ നേച്ചറും ആറ്റിറ്റ്യൂഡും സഹിക്കാൻ വയ്യാതെ അദ്ദേഹം വിദേശത്തോട്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ആ കുട്ടി അദ്ദേഹത്തിൻ്റെതല്ല, മാരേജ് കൺസ്യൂമേറ്റ് ആയിട്ടില്ല. ഈ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തെ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ, ഈ പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനമായി. ഈ കേസൊക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ, ആദ്യമേ തന്നെ ആരെങ്കിലും വന്ന് സംസാരിക്കും, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും, നിങ്ങളുടെ പൈസ പോകും, അതുകൊണ്ട് മ്യൂച്വലായിട്ട് കൊടുത്ത് അങ്ങ് ഒഴിയുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ വെച്ചെന്ന് വെച്ചാൽ, പ്രഗ്നൻസി കഴിഞ്ഞ് കുട്ടി ഡെലിവർ ആയി കഴിഞ്ഞിട്ട് ഇവർ മ്യൂച്വൽ ഫയൽ ചെയ്യും, ബന്ധം വേർപെടുത്തും. അത് കഴിഞ്ഞാൽ ഈ ഭാര്യ ഒരു കാരണവശാലും ഈ കുട്ടിയുടെ അച്ഛൻ ഇദ്ദേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല. ഇതായിരുന്നു അവരുടെ കണ്ടീഷൻ. അങ്ങനെ ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്നുള്ള ഉറപ്പിന്മേലാണ് നിന്നത്. പക്ഷേ കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ ജോയിന്റ് പെറ്റീഷൻ കൊടുക്കാൻ തയ്യാറായില്ല. അവരതിൽ നിന്നും പിന്മാറി. അതുകൊണ്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കുടുംബ കോടതിയിൽ വന്ന് കണ്ടസ്റ്റ് ഡൈവോഴ്സ് ഫയൽ ചെയ്തു. അദ്ദേഹത്തിന്റെ മെയിൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മാട്രിമോണിയൽ ക്രൂവൽറ്റീസ് ആയിരുന്നു ആ ഡൈവോഴ്സിന്റെ ഗ്രൗണ്ട്, കണ്ടസ്റ്റ് ഡൈവോഴ്സിന്റെ ഗ്രൗണ്ട്. ഭാര്യ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു IA ഫയൽ ചെയ്തു. എന്തിനെന്ന് വെച്ചാൽ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ പിതാവ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം അല്ല പിതാവെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം DNA ടെസ്റ്റിന് വേണ്ടിയിട്ടും ഈ പെറ്റീഷൻ ഇട്ടത്. അങ്ങനെ അത് അലോ ചെയ്ത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞു. അത് പ്രകാരം സാമ്പിൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ബയോളജിക്കൽ ഫാദർ എന്നും ഇതിലെ റെസ്പോണ്ടന്റ്, അതായത് ഭാര്യയാണ് ആ കുട്ടിയുടെ ബയോളജിക്കൽ മദർ എന്നും പറഞ്ഞ് റിസൾട്ടും വന്നു. അതിനുശേഷം ആണ് ഈ ഭാര്യ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ മാട്രിമോണിയൽ ക്രൂവൽറ്റീസ് എന്ന് പറയുന്ന അലിഗേഷൻ അബ്സല്യൂട്ട്ലി ഫാൾസ് ആണ്, അത് വെറും കള്ളമാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഇല്ലിസിറ്റ് റിലേഷൻ ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം അല്ല എന്ന് പറഞ്ഞത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. കുട്ടിയുടെ അച്ഛൻ അദ്ദേഹമാണെന്ന് പറഞ്ഞു. ആ കുട്ടി ഈ വെറ്റ്ലോക്കിൽ തന്നെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. അവരൊരു ലവിങ് വൈഫാണെന്നും അവർ നല്ല രീതിയിലാണ് സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്നും ഇതിനെല്ലാം കാരണം അദ്ദേഹത്തിന്റെ അമ്മയാണെന്നും, അതായത് അമ്മായി അമ്മയാണെന്നും ആണ് അവരുടെ കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നും ആണ് ഈ വൈഫ് പറയുന്നത്. ഇതിൽ ട്രയൽ കോടതി, അതായത് ഫാമിലി കോടതി എക്സാമിനേഷൻസ് ഒക്കെ നടത്തി. അതിൽ ഈ വാദിയെ വിസ്തരിച്ചു, പ്രതിയെ അതായത് വൈഫിനെ വിസ്തരിച്ചു, ഹസ്ബൻഡിനെ വൈഫിനെ വിസ്തരിച്ചു. A1 A2 സീരീസ് ഡോക്യുമെന്റ്സ് മാർക്ക് ചെയ്തു, എക്സിബിറ്റ് C1 മാർക്ക് ചെയ്തു. ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഫാക്ട്സ് ആൻഡ് എവിഡൻസ് പരിഗണിച്ച ശേഷം ഫാമിലി കോടതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മാട്രിമോണിയൽ ക്രൂവൽറ്റീസ് അലീജ്ഡ് അഗെയിൻസ്റ്റ് ദ റെസ്പോണ്ടൻസ് വെയർ നോട്ട് പ്രൂവ്ഡ് എന്ന് പറഞ്ഞു. അതായത് ഭാര്യയ്ക്കെതിരെ പറഞ്ഞിട്ടുള്ള മാട്രിമോണിയൽ ക്രൂവൽറ്റീസ് നിലനിൽക്കില്ല എന്നും തെളിയിക്കാനായില്ല എന്നും കോടതി ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ ദ അലിഗേഷൻ ഓഫ് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് വാസ് ഫൗണ്ട് ബേസ്ലെസ്, അതും ബേസ്ലെസ് ആണെന്ന് കോടതി വിലയിരുത്തി. സോ ഹിസ് പ്രയർ ഫോർ ഡൈവോഴ്സ് വാസ് റിജക്റ്റഡ്, അദ്ദേഹത്തിന്റെ ഡൈവോഴ്സ് പെറ്റീഷൻ റിജക്ട് ചെയ്തു. പക്ഷേ കോടതി ഒരു കാര്യം അഡീഷണൽ ആയിട്ട് ചെയ്തു, ഡിക്രി ഫോർ ജുഡീഷ്യൽ സെപ്പറേഷൻ ഗ്രാന്റ് ചെയ്തു. അതായത് അങ്ങനെ ഒരു റിലീഫ് ആരും ചോദിച്ചിട്ടില്ല, പക്ഷേ ജുഡീഷ്യൽ സെപ്പറേഷൻ ഗ്രാന്റ് ചെയ്തു. അതായത് ജുഡീഷ്യൽ സെപ്പറേഷൻ കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ, ടെമ്പററിലി ഈ മാരേജ് സസ്പെൻഡ് ചെയ്യും, താൽക്കാലികമായിട്ട് അവർക്കൊരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കും. ഈ റീതിങ്കിൽ അവർക്ക് തീരുമാനം എടുക്കാം, അവർക്ക് ഒരുമിച്ച് പോകണോ വേണ്ടയോ എന്നുള്ളത്. അതാണ് ഈ ടെമ്പററിലി മാരേജ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ C1 റിപ്പോർട്ട്, നമ്മൾ C1 എന്ന് പറഞ്ഞല്ലോ, C1 എന്ന് പറയുന്നത് DNA ടെസ്റ്റിൽ നിന്ന് വന്ന റിപ്പോർട്ടാണ്. അത് പ്രകാരം ഈ കുട്ടിയുടെ അച്ഛൻ
എന്ന് പറയുന്നത് ഇദ്ദേഹമാണെന്ന് കോടതി വിലയിരുത്തി ഒരു 10 ലക്ഷം രൂപ അങ്ങ് അവാർഡ് ചെയ്തു കോടതി കോമ്പൻസേഷനായിട്ട്. എന്തിനെന്ന് വെച്ചാൽ കുട്ടിയെ ചുമ്മാ അനാവശ്യമായിട്ട് ഇതിൽ വലിച്ചഴിച്ചതിന്, അതായത് മെന്റൽ ട്രോമ ബൈ ഡിനയിങ് ഇറ്റ്സ് പെറ്റേണിറ്റി മനഃപൂർവ്വം ഡിനൈ ചെയ്ത് ചുമ്മാ DNA ടെസ്റ്റ് നടത്തി ചുമ്മാ ഇവരെ ഇട്ട് ഉപദ്രവിച്ചതിന് 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ. അങ്ങനെ ഒരു കോമ്പൻസേഷൻ അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു കോമ്പൻസേഷൻ ചോദിക്കാതെ തന്നെ 10 ലക്ഷം രൂപയും അങ്ങ് അലോ ചെയ്ത് കൊടുത്തു കോടതി. അപ്പോൾ 2 കാര്യം ചോദിക്കാതെ അലോ ചെയ്തു. ഒന്ന് ജുഡീഷ്യൽ സെപ്പറേഷനും കൊടുത്തു, ഒന്നെന്ന് പറയുന്നത് 10 ലക്ഷം രൂപ ഗ്രാൻറ്റും ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ 2 പേരും കൂടെ ചേർന്ന് അപ്പീൽ പോയി ഹൈക്കോടതിയിൽ. ഒരാൾ അപ്പീൽ പോയതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഡൈവോഴ്സ് ഗ്രാന്റ് ചെയ്യാത്തതിന്മേലാണ് പോയത്. അതായത് ആ DNA ടെസ്റ്റ് പരിഗണിച്ചതും ശരിയായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. DNA ടെസ്റ്റ് പരിഗണിക്കണമെങ്കിൽ അതിലെ എക്സ്പെർട്ടിനെ എക്സാമിൻ ചെയ്യണം. അയാളെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകളെല്ലാം എടുത്തിരുന്നു. എന്നിട്ടും കോടതി അതൊന്നും അതിനുള്ള ഒബ്ജക്ഷനും ഫയൽ ചെയ്തിരുന്നു ഈ DNA ടെസ്റ്റിന്. എന്നിട്ടും കോടതി അതൊന്നും പരിഗണിക്കാതെ അതങ്ങ് അലോ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടൻഷൻ. അതായത് അവരുടെ മാരേജ് ഇറിട്രീവബിളി ബ്രോക്കൺ ആണ്. എന്നിട്ടും ഈ പറയുന്ന കൃത്യമായിട്ട് ഉള്ള ആ ഒരു എക്സാമിനേഷൻ ഒന്നും നടത്താതെ എക്സ്പെർട്ടിനെ കൊണ്ടുവന്ന് വിസ്തരിക്കാതെ കൊണ്ടുവന്ന് അത് അലോ ചെയ്തതിൽ ആണ് അദ്ദേഹം മെയിനായിട്ടും അദ്ദേഹത്തിന്റെ കണ്ടൻഷൻ. അപ്പം അങ്ങനെ ആ ഡൈവോഴ്സ് ഗ്രാൻഡ് ചെയ്യാത്തതിൽ അദ്ദേഹം അപ്പീൽ പോയി. അതുപോലെ തന്നെ പെറ്റേണിറ്റി ഓഫ് ചൈൽഡ് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രെയർ ഉണ്ടായിരുന്നില്ല. അതുപോലെ കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞു, മെയിൻ്റനൻസ് വേണമെന്നും പറഞ്ഞു ഒരു പ്രെയറും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഫാമിലി കോടതി എന്ത് ചെയ്ത് 10 ലക്ഷം രൂപ കുട്ടിക്ക് ഗ്രാൻഡ് ചെയ്തു. ആ കുട്ടി ഇതിലെ പാർട്ടി അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ദ ജഡ്ജ്മെന്റ് ആൻഡ് ഡിഗ്രി ഇംപ്യൂണ്ട് ആർ ലൈബിൾ ടു ബി സെറ്റിസൈഡ്. ഈ പറഞ്ഞ ഡിഗ്രിയും ഇതും സെറ്റിസൈഡ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് വന്ന മെയിനായിട്ടുള്ള കാര്യം, ഒന്ന് ഡൈവോഴ്സ് കിട്ടിയിട്ടില്ല, 2 DNA ടെസ്റ്റിന്റെ റിപ്പോർട്ടിന് ഒബ്ജക്ഷൻ കൊടുത്തിട്ടും അതിന്റെ എക്സ്പെർട്ടിനെ എക്സാമിൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് അനാവശ്യമായിട്ട് 10 ലക്ഷം രൂപ, കുട്ടി എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് പാർട്ടി പോലും ഇല്ല, എന്നിട്ടും 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ അവർ ചോദിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു റിലീഫ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടൻഷൻ. അതുകൊണ്ട് ഈ ജഡ്ജ്മെന്റും ഡിഗ്രി സെറ്റിസൈഡ് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ കേസ്. ഭാര്യ ഫയൽ ചെയ്തു അപ്പീൽ. അതെന്തിനെന്ന് വെച്ചാൽ ഡൈവോഴ്സ് തള്ളിയതാണ് കോടതി, എന്നിട്ട് ജുഡീഷ്യൽ സെപ്പറേഷൻ അലോ ചെയ്ത് കൊടുത്തു. ആ ജുഡീഷ്യൽ സെപ്പറേഷന്റെ ഗ്രൗണ്ട് ആരും ചോദിച്ചിട്ട് പോലും ഇല്ല, എന്നിട്ട് പോലും കോടതി അത് അലോ ചെയ്ത് കൊടുത്തു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഭാര്യ പോയത്. അതുപോലെ തന്നെ ഈ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ക്രുവൽറ്റി പ്രകാരമാണ് ഫയൽ ചെയ്തിരുന്നത്. പക്ഷേ അഡൽട്ടറിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അഡൽട്ടറി ആണ് അലിഗേഷൻ വച്ചിട്ടും ഇതിൻ്റെ അകത്ത് അഡൽട്ടർ, അതായത് അഡൽട്ടറി കമ്മിറ്റ് ചെയ്ത ആളിനെ ഇതിലെ പാർട്ടിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അഡൽട്ടറി പ്രൂവ് ചെയ്യാനേ ഇതിൻ്റെ അകത്ത് സാധിച്ചിട്ടില്ല. ഡൈവോഴ്സ് തള്ളുകയും ചെയ്തു. എന്നിട്ടും ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കോടതി അലോ ചെയ്ത് കൊടുത്തു. അപ്പോൾ കോടതി വിചാരിക്കുന്നത് ഇമ്പാസെ ബിലീവിങ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ഈസ് ഇല്ലീഗൽ ആണോ എന്നുള്ളതാണ് അവരുടെ ഒരു സംശയം. അവർക്ക് ആ മാരേജ് കണ്ടിന്യൂ ചെയ്യണം, അവർക്ക് സ്റ്റിൽ അവർ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ കുട്ടിയാണ്, അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം, ആ ലേഡിയുടെ ആഗ്രഹം. അവർക്ക് സ്കോപ്പ് ഓഫ് റീയൂണിയൻ ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ സെപ്പറേഷൻ ഫാമിലി കോടതി ഗ്രാൻഡ് ചെയ്തത് ശരിയായില്ല. അതുകൊണ്ട് ആ കോടതിയുടെ വിധി സെറ്റിസൈഡ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ കേസ്. അപ്പോൾ 2 പേരും ഫയൽ ചെയ്തു. അപ്പോൾ കോടതിയിൽ ഒരു അപ്പീൽ വന്നാൽ കേൾക്കേണ്ടത് എന്തൊക്കെയാണ്? ഇല്ലീഗാലിറ്റി, ഇറഗുലാരിറ്റി ഓർ ഇംപ്രോപ്പറിറ്റി ഇൻ ദ ഇംപ്യൂൺഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഡിഗ്രി. അത് ഈ കോടതിയുടെ അപ്പീലിൽ കോടതി പരിഗണിക്കണമോ വേണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ കോടതി അത് പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയെന്ന് വെച്ചാൽ ഈ അഡൽട്ടർ, അതായത് അഡൽട്ട് കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന ആളിനെ കക്ഷിയാക്കിയിട്ടില്ല. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ അദ്ദേഹം മെയിനായിട്ട് അലീജ് ചെയ്തിരിക്കുന്നത് ക്രുവൽറ്റിയാണ്. അതായത് ഭാര്യയ്ക്ക് വേറൊരാളോട് പരപുരുഷ ബന്ധമുണ്ട്, അതൊരു ക്രുവൽറ്റിയാണ്, അദ്ദേഹത്തിനെതിരെയുള്ള ക്രുവൽറ്റിയാണ്. കാരണം അദ്ദേഹത്തിന് തെളിയിക്കാനായിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ക്രുവൽറ്റിയിൽ കൊണ്ടുവരുന്നതിന്റെ കാരണം അതാണ്. പക്ഷേ അതിൽ മെയിൻ കണ്ടൻഷൻ അഡൽട്ടറി തന്നെയാണ്. അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയാണ് അവർ സെക്ഷൽ ആക്ടിവിറ്റീസ് ഡിനേ ചെയ്തത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. താലി വലിച്ചെറിഞ്ഞ കാര്യങ്ങളും എല്ലാം അദ്ദേഹം അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ആ ക്രുവൽറ്റി പ്രൂവ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം അതത്രയും കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആ ഒരു DNA ടെസ്റ്റിന് വേണ്ടി കൊടുത്തതെന്ന് വന്ന ആ ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: ദ DNA ടെസ്റ്റ് പെർഫോംഡ് ഓൺ ദ എക്സിബിറ്റ്സ് പ്രൊവൈഡഡ് ഈസ് സഫിഷ്യന്റ് ടു കൺക്ലൂഡ് ദാറ്റ് ദ സോഴ്സ് ഓഫ് എക്സിബിറ്റ്സ് സി എന്ന് പറഞ്ഞാൽ ഫാദർ ആണ്, ഇസ് ദ ബയോളജിക്കൽ ഫാദർ ഓഫ് ദ സോഴ്സ് ഓഫ് എക്സിബിറ്റ് ബി. ബി എന്ന് പറയുന്നത് മോളുടെ പേരാണ്. ദ സോഴ്സ് ഓഫ് എക്സിബിറ്റ് എ എന്ന് പറയുന്ന ഭാര്യയാണ്. ഈസ് ദ ബയോളജിക്കൽ മദർ ഓഫ് ദ സോഴ്സ് ഓഫ് എക്സിബിറ്റ് ബി, അത് മോളുടെ പേരാണ്. ഇതെല്ലാം തമ്മിൽ മാച്ച് ആവുന്നു എന്നാണ് പറഞ്ഞത്. ആ റിപ്പോർട്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് മാത്രം തന്നെ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെ കൺസ്യൂമേറ്റ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിനെ ഖണ്ഡിക്കാനായിട്ട് ഈ ഭാര്യയ്ക്ക് വളരെ ഉപയോഗപ്പെട്ടു, വളരെ പ്രയോജനമായിട്ട് മാറി. അങ്ങനെ ആണ് ഈ ഡൈവോഴ്സ് തള്ളിയത്. പക്ഷേ ഈ ഫാമിലി കോടതി ജുഡീഷ്യൽ സെപ്പറേഷൻ ആൾട്ടർനേറ്റീവ് പ്രയർ അലോ ചെയ്ത് കൊടുത്തു. അത് പറയുന്നത് എവിടെയെന്ന് വെച്ചാൽ 13A ഓഫ് ദ ഹിന്ദു മാരേജ് ആക്ട് പറയുന്നതെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് റിലീഫ് ഇൻ ഡൈവോഴ്സ് പ്രൊസീഡിംഗ്സ് ഇൻ എനി പ്രൊസീഡിംഗ് അണ്ടർ ദിസ് ആക്ട് ഓൺ എ പെറ്റീഷൻ ഫോർ റെസൊല്യൂഷൻ ഓഫ് എ മാരേജ് ബൈ എ ഡിഗ്രി ഓഫ് ഡൈവോഴ്സ് എക്സെപ്റ്റ് in so far as a petition is founded on the grounds mentioned in clause 267 of subsection 1 of section 13, the court may, if it considers it's just so to do, having regard to the circumstances of the case, pass instead of decree ഫോർ ജുഡീഷ്യൽ സെപ്പറേഷൻ. അതായത് ഇതിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, ഒരു പാർട്ടി ഡൈവോഴ്സിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട്സ് വെച്ച് ഫയൽ ചെയ്യുമ്പം അവരത് എന്ത് ചെയ്തിരിക്കണം? ആ ഗ്രൗണ്ട്സ് പ്രൂവ് ചെയ്തിരിക്കണം. അങ്ങനെ പ്രൂവ് ചെയ്താലേ അവർക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഡൈവോഴ്സ് കിട്ടത്തുള്ളൂ.
അപ്പോൾ ഈ ജുഡീഷ്യൽ സെപ്പറേഷൻ എപ്പോഴാണ് ഗ്രാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാർട്ടീസ് അവർ ഇമ്മച്യൂർ ആയിരിക്കും. അവർക്കൊരു സെപ്പറേഷൻ കുറച്ച് നാളത്തേക്ക് കൊടുത്താൽ അവർ കുറേ നാൾ മാറി നിൽക്കുമ്പോൾ അവർക്കൊരു മെച്യൂരിറ്റി ഉണ്ടാവുമെന്നും അതിൽ നിന്നും അവരൊരു പാഠം പഠിക്കുമെന്നും അപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ഒരു റിയൂണിയൻ വേണമെന്നുള്ള ചിന്ത ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ വേണ്ടാന്നുള്ള ചിന്ത ഉണ്ടാവുമെന്നും വിലയിരുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ജുഡീഷ്യൽ സെപ്പറേഷൻ കൊടുക്കുന്നത്. ഇവിടെ വന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രൗണ്ടും ഫൈൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ജുഡീഷ്യൽ സെപ്പറേഷൻ കൊടുക്കാമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രൗണ്ട് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കോടതി ഇത് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. കോടതി എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ജസ്റ്റ് സോ ടു ഡു ഹാവിംഗ് റിഗാർഡ് ടു ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ഇൻസ്റ്റെഡ് ഓഫ് ഡിഗ്രി ഓഫ് ഡൈവോഴ്സ്, അതായത് ഡിഗ്രി ഓഫ് ഡൈവോഴ്സ് കൊടുക്കേണ്ടെന്ന് കോടതി ബിലീവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ 13A പറയുന്നത് പ്രകാരമുള്ള ആൾട്ടർനേറ്റ് റിലീഫ് ആയിട്ടുള്ള ഡൈവോഴ്സ് പ്രൊസീഡിങ്സിൽ സെയിം ഗ്രൗണ്ടിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്ത് ഒരു ജുഡീഷ്യൽ സെപ്പറേഷൻ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു. ഈ റെസ്പോണ്ടന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വൈഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അപ്പലന്റ് എന്ന് പറയുന്നത്, ഹസ്ബൻഡ് എന്ന് പറയുന്നത് ബേസ്ലെസ്സും അൺനെസസറിയുമായിട്ടുള്ള അലിഗേഷൻസ് കൊണ്ടുവന്ന് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് കൊണ്ടുവന്നിട്ട് അത് പ്രൂവ് ചെയ്യാൻ അട്ടർലി ഫെയിലായി. അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അലിഗേഷൻസ്. അപ്പം മാട്രിമോണിയൽ ക്രുവൽറ്റീസ് അലീജ്ഡ് ഓൺ ദാറ്റ് ഗ്രൗണ്ട് ആർ ലൈബിൾ ടു ബി പുട്ട് ഇൻ ടു ട്രാഷ്. അത് എടുത്ത് കളയണമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ആൾട്ടർനേറ്റീവ് റിലീഫ് ഇതിൽ കൂടെ ഗ്രാൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. കോടതി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അത് വെച്ചിട്ടാണ് ഗ്രാൻഡ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആണ് കോടതി കൺസിഡർ ചെയ്തത്. ഇങ്ങനെ ഒരേ റിലീഫ് ചെയ്ത് തന്നെ ഇത് കൊടുത്തിട്ട് പറയുന്ന ജുഡീഷ്യൽ സെപ്പറേഷൻ അനുവദിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് ഡൈവോഴ്സ് ഡിസ്മിസ് ചെയ്തിട്ട് അങ്ങ് ജുഡീഷ്യൽ സെപ്പറേഷൻ ചുമ്മാ അങ്ങ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന് കൊണ്ടുവന്നൊരു കേസാണ് സ്നിഗ്ധ ഛായ ദേവി വേഴ്സസ് അഖിൽ ചന്ദ്ര ശർമ്മ. ഇതൊരു പഴയ കേസാണ്. ഇത് സുപ്രീം കോടതിയിൽ വന്നൊരു കേസാണ്. അപ്പം ഈ കേസിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് റിലീഫ് സെക്ഷൻ 13A ആൾട്ടർനേറ്റീവ് റിലീഫ് ആയിട്ടുള്ള പെറ്റീഷൻ ഫോർ ഡൈവോഴ്സിൽ ആൾട്ടർനേറ്റീവ് റിലീഫ് ആയിട്ട് അവർ ജുഡീഷ്യൽ സെപ്പറേഷൻ ചോദിച്ചിട്ടില്ല. പക്ഷെ കോടതി അത് ചുമ്മാ അങ്ങ് ഗ്രാൻഡ് ചെയ്തു. ഇറ്റ് ഈസ് സൈൻ കോ നോൺ ദാറ്റ് ദ ഗ്രൗണ്ട്സ് ഫോർ ഡൈവോഴ്സ് മസ്റ്റ് ബി മെയ്ഡ് ഔട്ട്. അങ്ങനെ ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡൈവോഴ്സിന്റെ ഗ്രൗണ്ട് മെയ്ഡ് ഔട്ട് ചെയ്യണം. ടു ഗ്രാൻഡ് ദാറ്റ് റിലീഫ്, ആ റിലീഫ് ഗ്രാൻഡ് ചെയ്യുന്നതിന്, ദാറ്റ് ടു വെൻ ദ കോർട്ട് കൺസിഡേഴ്സ് ഇറ്റ് ജസ്റ്റ് ടു ഡു സോ വെൻ ദ ഗ്രൗണ്ട്സ് ഫോർ ജുഡീഷ്യൽ സെപ്പറേഷൻ അണ്ടർ സെക്ഷൻ 13A ഓഫ് ഹിന്ദു മാരേജ് ആക്ട് ആർ ദ സെയിം ആസ് ദാറ്റ് ഓഫ് ഡൈവോഴ്സ്. അപ്പം ഈ പറയുന്ന ജുഡീഷ്യൽ സെപ്പറേഷനും ഡൈവോഴ്സിനും ഏകദേശം അതിന്റെ ഗ്രൗണ്ട്സ് എല്ലാം സെയിം ആണ്. ഈ ഡൈവോഴ്സ് പറയുന്നത് 13ലാണ്, ജുഡീഷ്യൽ സെപ്പറേഷൻ പറയുന്നത് 10ലാണ്. ഈ ആൾട്ടർനേറ്റീവ് പ്രയറിനെ കുറിച്ച് പറയുന്നത് 13A അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഗ്രൗണ്ട്സ് 13ന്റെ ഗ്രൗണ്ടുകൾ ഒന്നും തന്നെ ഈ കേസിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഫൈൻഡ് ചെയ്യാതെ തന്നെ ജുഡീഷ്യൽ സെപ്പറേഷൻ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തത് ചോദിച്ചിട്ടുമില്ല. എന്നിട്ടും അത് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ജുഡീഷ്യൽ സെപ്പറേഷൻ ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ എപ്പോഴാണ് ഗ്രാൻഡ് ചെയ്യേണ്ടത്? ഡൈവോഴ്സിന്റെ ഗ്രൗണ്ട്സുകൾ കിട്ടണം. കിട്ടിയതിന് ശേഷമാണെങ്കിൽ കോടതിക്ക് അത് ഗ്രാൻഡ് ചെയ്യും. ഇതത് കിട്ടിയിട്ടുമില്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തള്ളണമെന്ന്. അപ്പോൾ ഈ പറയുന്ന ജുഡീഷ്യൽ സെപ്പറേഷന്റെ ഗ്രൗണ്ട് പറഞ്ഞത് തെറ്റാണ്. ജുഡീഷ്യൽ സെപ്പറേഷൻ കൊടുത്തത് തെറ്റാണ്. അതാണ് കോടതി ഇതിൻ്റെ അകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഈ കേസിനകത്തുനിന്ന് ഭാര്യ കൊടുത്ത മൊഴി എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഇങ്ങനെ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ താലി വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയുന്നതും അത് കോക്ക് ആൻഡ് പുൾ സ്റ്റോറീസ് ആണ്, കള്ളക്കഥകളാണ്. ഫാമിലി കോർട്ട് ഈവൻ ഡൗട്ടഡ് സൈക്കോളജിക്കൽ ഡിസോർഡർ ഫോർ ദ അപ്ലന്റ് എന്നാണ് അവർ പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ പറയുന്ന ആൾക്ക് സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടോയെന്ന് തന്നെ കോടതി സംശയിച്ചു എന്നാണ് അവർ പറയുന്നത്. കാരണം അത്രമാത്രം കള്ളങ്ങളാണ് എഴുതിവിട്ടത്. ഇങ്ങനെ ഉള്ള ഒരു അലിഗേഷൻ ഹസ്ബൻഡ്, അതായത് അൺചാസ്റ്റിറ്റി എഗെയിൻസ്റ്റ് എ വൈഫ്, ഒരു ഹസ്ബൻഡ് ഒരു ഡൈവോഴ്സ് പെറ്റീഷനിലൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു വൈഫിന് ഡൈവോഴ്സ് കിട്ടാനുള്ള ഗ്രൗണ്ടാണെന്നും കോടതി ഇതിൽ പറഞ്ഞു. ആ ഒരൊറ്റ ഗ്രൗണ്ട് മതി. അതൊരു മെന്റൽ ക്രുവൽറ്റി ആണ്. ആ ഗ്രൗണ്ട് റേസ് ചെയ്ത ഗ്രൗണ്ട് വെച്ച് ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം, ഡൈവോഴ്സ് പ്രൊസീഡിങ്സ് കൊടുക്കാം. അതിൽ അവർക്ക് ഡൈവോഴ്സ് കിട്ടാനും അവർ എലിജിബിൾ ആണ് എന്ന് കോടതി പറഞ്ഞു. പക്ഷേ ഇവിടെ ആ ഭാര്യയ്ക്ക് മാരിറ്റൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അതിന് പ്രശ്നമെന്ന് പറയുന്നത് മദറില്ലായാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നാണ് അവർ പറയുന്നത്. അവരിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് അവർ മാറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇറിട്രീവബിളി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നതിനെ കുറിച്ച് നോക്കിയപ്പോൾ ഒരു ഡിസിഷൻ കോടതി കൊണ്ടുവന്നു. അതായത് ഉത്തര വേഴ്സസ് ശിവപ്രിയൻ എന്ന് പറയുന്ന ഒരു കേസാണ് കൊണ്ടുവന്നത്. അതിൽ പറഞ്ഞെന്ന് വെച്ചാൽ, ലോങ് സെപ്പറേഷൻ ഈസ് നോട്ട് എ ഗ്രൗണ്ട് ടു ഫൈൻഡ് ദാറ്റ് ദർ ഈസ് ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ്. ലോങ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് അല്ല. എപ്പോഴാണ്? വെൻ വൺ സ്പൗസ് ഡെലിബറേറ്റ്ലി അവോയ്ഡ്സ് ദ അതർ. ഒരു സ്പൗസ് മറ്റേ ആളിനെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണെങ്കിൽ വിത്തൗട്ട് എനി വാലിഡ് റീസൺ, കൃത്യമായ റീസൺ ഒന്നും ഇല്ലാതെ. റീസൺ ഉണ്ടെങ്കിൽ പറ്റും, അല്ലെങ്കിൽ പറ്റൂല. ആൻഡ് ദ അതർ സ്പൗസ് ഈസ് സ്റ്റിൽ റെഡി ഫോർ എ റീയൂണിയൻ. മറ്റേ സ്പൗസ് വീണ്ടും കൂടെ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. മറ്റേ എങ്ങനെ പറഞ്ഞ് ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയാണ് എൻ്റെ എന്ന് മനഃപൂർവ്വം മാറി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. അത് ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് കണക്കാക്കത്തില്ല. മോർ ഓവർ ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് ഈസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ഡൈവോഴ്സ് അണ്ടർ സെക്ഷൻ 13 ഓഫ് ഹിന്ദു മാരേജ് ആക്ട്. ഈ ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് എന്ന് പറയുന്നത് സെക്ഷൻ 30 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അതൊരു ഗ്രൗണ്ടും അല്ല. അടുത്തത് നമ്മൾ പ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. നമ്മളൊരു കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്ലീഡിങ്സ് വേണം. നമ്മളൊരു ഡൈവോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായ പ്ലീഡിങ്സും വേണം. അത് എവിഡൻസ് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യുകയും വേണം. ഇതാണ് മെയിനായിട്ട് ഒരു കേസിൽ വരുന്നത്. ഏത് കേസ് എടുത്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. നല്ല എഴുത്തായിരിക്കണം.
കൃത്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയായിരിക്കണം എഴുതേണ്ടത്. അത് കൃത്യമായിട്ട് തെളിയിക്കാനും സാധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് മാത്രമേ കോടതി നോക്കേണ്ട ആവശ്യമുള്ളൂ. ചുമ്മാ അനാവശ്യമായിട്ടുള്ള കോടതിക്ക് ഡിസ്ക്രിപ്ഷനുണ്ട് പല കേസുകളിലും പല കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കാൻ. പക്ഷേ കോടതി വ്യക്തമായിട്ട് അത് നോക്കണമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ ഡിസിഷൻസും കോടതി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഡിസിഷൻ തന്നെ നീലിമ മണ്ഡാല എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ തന്നെ കോടതി ഇതിന് വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഒബ്ജക്റ്റ് ഓഫ് ഇഷ്യൂസ് ഈസ് ടു ഐഡന്റിഫൈ ഫ്രം ദ പ്ലീഡിങ്സ് ദ ക്വസ്റ്റ്യൻസ് ഓർ പോയിന്റ്സ് റിക്വയർഡ് ടു ബി ഡിസൈഡഡ് ബൈ ദ കോർട്സ് സോ ആസ് ടു enable parties to let in evidence their own. When the fact necessary to make out a particular claim or seek a particular relief are not found in the plaint, the court cannot focus the attention of the parties or its own attention on that claim or relief by framing an appropriate issue. പ്ലെയിൻ്റ് ആണ് നോക്കേണ്ടത്. പ്ലെയിൻ്റ് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. അതല്ലാതെ ഒരു പാർട്ടിയുടെ ഒരു മെൻ്റൽ ഇൻറ്റൻഷനോ ടെൻഷനോ അല്ല കോടതി നോക്കേണ്ടത്. അല്ലെങ്കിൽ കോടതി തന്നെ ഒരു ക്ലെയിം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. പ്ലീഡിങ്സ് നോക്കുക. പ്ലീഡിങ്സ് നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ളത്. അല്ലാതെ പ്ലീഡിങ്സ് പറയാത്ത കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അത് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അവിടെ. വെൻ ദർ ഈസ് നോ പ്രെയർ ഫോർ എ പർട്ടിക്കുലർ റിലീഫ് ഓർ നോ പ്ലീഡിങ്സ് ടു സപ്പോർട്ട് സച്ച് റിലീഫ് ആൻഡ് വെൻ ദ ഡിഫൻഡന്റ് ഹാസ് നോ ഓപ്പർച്യൂണിറ്റി ടു റെസിസ്റ്റ് ഓർ ഒപ്പോസ് such a relief. If the court considers and grants such a relief, it will lead to miscarriage of justice. അതായത് പ്ലീഡിങ്സിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല, പർട്ടിക്കുലർ റിലീഫ് ചോദിച്ചിട്ടുമില്ല. ഡിഫൻഡന്റിന് എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് ഒന്നും തന്നെ മൗനമായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് കോടതി അതിനെ എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ വിസ്തരിക്കുന്ന സമയത്ത് അത് എടുത്തു വെച്ച് ചോദിച്ചിട്ട് അത് കോടതി കൺസിഡർ ചെയ്ത് അതിൻ്റെ റിലീഫ് അങ്ങ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്താൽ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ഉണ്ടാവും. അങ്ങനെ വരാൻ പാടില്ല. ദസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് നോ എമൗണ്ട് ഓഫ് എവിഡൻസ് ഓൺ എ പ്ലീ ദാറ്റ് ഈസ് നോട്ട് പുട്ട് ഫോർവേഡ് ഇൻ ദ പ്ലീഡിങ്സ് ക്യാൻ ബി ലുക്ക്ഡ് ഇൻ ടു ഗ്രാൻഡ് എനി റിലീഫ്. അപ്പോൾ ഈ പ്ലീഡിങ്സിൽ പറയാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് വിസ്തരിച്ച് അത് എടുത്ത് അതിൽ റിലീഫ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കോടതി ചെയ്തതെന്താണെന്ന് വെച്ചാൽ ദ ഫാമിലി കോർട്ട് ഫോർമുലേറ്റഡ് ഇഷ്യൂ നമ്പർ 2 and 3 ആസ് ടു ദ പെറ്റേണിറ്റി ഓഫ് ദ ചൈൽഡ് ആൻഡ് കോമ്പൻസേഷൻ ടു ദ ചൈൽഡ് ഫോർ കോസിംഗ് മെന്റൽ ട്രോമ ബൈ ഡിനേയിങ് ഇറ്റ്സ് പെറ്റേണിറ്റി. അതായത് കുട്ടിയുടെ പെറ്റേണിറ്റി ഡിനേ ചെയ്തുകൊണ്ട് അദ്ദേഹം DNA ടെസ്റ്റിന് അയച്ചിട്ട് അദ്ദേഹത്തിന് എതിരായിട്ടാണ് ഒരു ഡിസിഷൻ വന്നത്, അനുകൂലമായിട്ടല്ല വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് കോടതി പറഞ്ഞു അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കോടതി എന്ത് ചെയ്തു? അതിന് 10 ലക്ഷം രൂപ അടിച്ചു കൊടുത്തു. ദോസ് ഇഷ്യൂസ് വെയർ അൺനെസസറി ആൻഡ് അൺവാറണ്ടഡ് ആസ് ഫാർ ആസ് പ്ലീഡിങ്സ് ആർ കൺസേൺഡ്. അതായത് പ്ലീഡിങ്സ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ വേണമെന്നൊരു ചോദ്യമില്ല, ഒരു റിലീഫ് ഇല്ല, പ്ലീഡിങ്സ് ഇല്ല, ഒന്നുമില്ല. ദർ വാസ് നോ പ്രെയർ ഫോർ എനി സച്ച് റിലീഫ് ഫ്രം എതർ സൈഡ്. രണ്ട് വശത്തുനിന്നും അതിനെക്കുറിച്ച് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. സോ മച്ച് സോ ദ പാർട്ടീസ് കുഡ് നോട്ട് റെസിസ്റ്റ് ഓർ ഒപ്പോസ് സച്ച് റിലീഫ് ഓർ അഡ്യൂസ് എവിഡൻസ് ഇൻ ദാറ്റ് റിഗാർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടീസ് അതിനെ അനുകൂലിക്കുകയോ എതിർത്തോ ഒരു റിലീഫ് ഇല്ലാത്ത കാര്യത്തിൽ പാർട്ടീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എവിഡൻസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സോ ദ റിലീഫ്സ് ഗ്രാൻഡഡ് ബൈ ഫാമിലി കോർട്ട് ഡിക്ലെയറിംഗ് പെറ്റേണിറ്റി ഓഫ് ദ ചൈൽഡ് ആൻഡ് അവാർഡിംഗ് കോമ്പൻസേഷൻ ടു ദ ചൈൽഡ് ആർ ലയബിൾ ടു ബി സെറ്റ് അസൈഡ്. അപ്പോൾ പെറ്റേണിറ്റി ഡിക്ലെയർ ചെയ്തതും ഈ കുട്ടിക്ക് 10 ലക്ഷം രൂപ അലോ ചെയ്ത് കൊടുത്തതും ഫാമിലി കോടതി ഒരു ആവശ്യമില്ല, അങ്ങനെ റിലീഫ് പോലും ചോദിച്ചിട്ടില്ല. അല്ല എവിഡൻസ് കൊണ്ട് വന്നപ്പോഴേ തന്നെ അത് തടയണമായിരുന്നു കോടതി തന്നെ. അത് ലയബിൾ ടു ബി സെറ്റ് അസൈഡ്, അത് സെറ്റ് അസൈഡ് ചെയ്യാനായിട്ട് കോടതി ഓർഡറായി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കേസ് കൊടുത്താൽ നമ്മളെ പ്ലീഡിങ്സ് മാത്രം നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അതിന് ഒബ്ജക്ഷൻ കൊടുക്കുമ്പോൾ അതിന് മാത്രം കൊടുത്താൽ മതി. അനാവശ്യമായി എല്ലാത്തിനും കയറി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിസ്തരിക്കുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അതിന് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അങ്ങനെ റിലീഫ് ചോദിച്ചിട്ടില്ല. റിലീഫ് ചോദിക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. പ്ലീഡിങ്സ് ഇല്ല, പിന്നെ പ്ലീഡിങ്സ് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് കോടതി കടന്ന് വിസ്തരിക്കുമ്പോൾ അത് നമ്മളത് എതിർക്കണം, കാരണം പ്ലീഡിങ്സ് പറഞ്ഞിട്ടില്ല. അനാവശ്യമായ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എഴുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കുന്നതിലാണ് ഒരാളുടെ കഴിവിരിക്കുന്നത്. അങ്ങനെ ഇത് റിസൾട്ടിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു മാട്രിമോണിയൽ അപ്പീൽ പാർട്ടായിട്ട് അലോ ചെയ്തു. ഡിസ്മിസൽ ഓഫ് ദ പെറ്റീഷൻ ഫോർ ഡൈവോഴ്സ് ഈസ് അപ്പീൽഡ്. അത് അങ്ങനെ തന്നെ തുടരാനായിട്ട് പറഞ്ഞ് ആൻഡ് ദ ഡിക്രീ ഡിക്ലെയറിംഗ് പെറ്റേണിറ്റി ഓഫ് ചൈൽഡ് ആൻഡ് അവാർഡിംഗ് കോമ്പൻസേഷൻ ടു ദ ചൈൽഡ് ഈ സെറ്റ് സൈഡ്. അതായത് ഈ പെറ്റേണിറ്റി ഓഫ് ചൈൽഡ്, കുട്ടിയുടെ പ്രതിത്വം ഇന്നതാണെന്ന് പറഞ്ഞു, ഇന്ന ആളാണെന്നും പറഞ്ഞുകൊണ്ട് അതുപോലെ 10 ലക്ഷം രൂപ അലോ ചെയ്ത് കൊടുത്തതും കൂടെ അങ്ങ് സെറ്റ് സൈഡ് ചെയ്ത്. ഇൻ ദ റിസൾട്ട് എന്ത് ചെയ്ത് ഹസ്ബൻഡ് ഫയൽ ചെയ്ത, ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ കോടതി പരിഗണിച്ചിട്ട് ഹസ്ബൻഡ് ഫയൽ ചെയ്ത മാട്രിമോണിയൽ അപ്പീൽ എന്ത് ചെയ്ത് അതിൽ ഡിസ്മിസൽ ഓഫ് ദ പെറ്റീഷൻ ഫോർ ഡൈവോഴ്സ് ഈസ് അപ്പീൽഡ്. അപ്പം ഡൈവോഴ്സ് തള്ളിയല്ലോ, അതിനെ അപ്പീൽഡ് ചെയ്ത്. അപ്പോൾ തള്ളിയതുപോലെ തന്നെ തുടരുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കുട്ടിയുടെ പെറ്റേണിറ്റിയും 10 ലക്ഷം രൂപ കുട്ടിക്ക് അനുവദിച്ചതും കോടതി തള്ളി, സെറ്റ് സൈഡ് ചെയ്ത്. കാരണം അങ്ങനെ ഒരു ബ്ലീഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് തള്ളി. പക്ഷേ ഡൈവോഴ്സ് ഫാമിലി കോടതി തള്ളിയ ഓർഡറിനെ കോടതി അപ്ഹോൾഡ് ചെയ്ത് ആ ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ തള്ളിയതായിട്ട് തന്നെ കണക്കാക്കും. അതായത് അദ്ദേഹത്തിന് ഡൈവോഴ്സ് കിട്ടത്തില്ല, ഈ കോടതിയുടെ വിധിയിൽ കിട്ടത്തില്ല, ഇനി ഇതിന്റെ മുകളിൽ അദ്ദേഹം പോകേണ്ടി വരും. അങ്ങനെ അനുവദിച്ചു കൊടുത്തു. അതുപോലെ ഭാര്യ ഫയൽ ചെയ്ത അപ്പീൽ എന്ത് ചെയ്ത് അലോഡ് ചെയ്ത് അനുവദിച്ചിട്ട് ആ ജുഡീഷ്യൽ സെപ്പറേഷൻ അനുവദിച്ചല്ലോ, അതങ്ങ് സെറ്റ് സൈഡ് ചെയ്ത്. ജുഡീഷ്യൽ സെപ്പറേഷൻ ഒന്നും വേണ്ട, ആ ഡൈവോഴ്സ് തള്ളിയതുപോലെ തന്നെ ഇനി അവർ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തന്നെ തുടരാനായിട്ടുള്ള ഒരു ഇതാണ് കോടതി അനുവദിച്ചത്. അതുപോലെ കൺസിഡറിംഗ് ദ ഫാക്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ബേസ്ലെസ് അലിഗേഷൻ ലെവൽഡ് അഗെയിൻസ്റ്റ് ദ റെസ്പോണ്ടന്റ് വൈഫ്. അതായത് ഭാര്യയ്ക്കെതിരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് റൈസ് ചെയ്തതിന് ഹസ്ബൻഡിനെതിരെ ദ അപ്പലന്റ് ഹസ്ബൻഡ് ഈസ് ഓർഡേർഡ് ടു പേ കോസ്റ്റ് ടു
ഹർ ഇൻ ബോത്ത് അപ്പീൽസ്. 2 അപ്പീലിനും കോസ്റ്റ് കൊടുക്കാൻ, ഭാര്യയ്ക്ക് കോസ്റ്റ് കൊടുക്കാനും വിധിയായി. അങ്ങനെ മാട്രിമോണിയൽ അപ്പീൽ ഡിസ്പോസ് ചെയ്ത് ഭാര്യയ്ക്ക് കോസ്റ്റ് അനുവദിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇത് മെയിനായിട്ടും വന്നത് ഒരു DNA ടെസ്റ്റിൻ്റെ കാര്യം വന്ന്, പെറ്റേണിറ്റിയുടെ ഇഷ്യൂ വന്ന്, ഡൈവോഴ്സ് ഫയൽ ചെയ്തതിൻ്റെ ഇഷ്യൂ വന്ന്, കോമ്പൻസേഷൻ ചോദിച്ചതിൻ്റെ ഇഷ്യൂ വന്ന്, പ്ലീഡിങ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. അതായത് പ്ലീഡിങ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. പ്ലീഡിങ്സ് ചോദിക്കാത്ത ഒരു കാര്യം തന്നെ റിലീഫിൽ കൊണ്ടുവരാനും അല്ലെങ്കിൽ റിലീഫിൽ കൊണ്ടുവന്നിട്ട് അത് പ്രൂവ് ചെയ്യാനും സാധിച്ചില്ല എങ്കിൽ, അത് അങ്ങനെയുള്ള റിലീഫ് ഒന്നും ഇല്ല എങ്കിൽ അത് കൊണ്ടുവന്ന് പിന്നെ അതിനൊരു ആർഗ്യുമെന്റ്സ് ആയിട്ട് കോടതി റൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിക്കുന്ന കാര്യത്തിന് മാത്രം ആൻസർ ചെയ്താൽ മതി, ചോദിക്കുന്ന കാര്യത്തിന് മാത്രം വിസ്തരിച്ചാൽ മതി. അതിൻ്റെ മുകളിലോട്ട് ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അത് വ്യക്തമായിട്ട് അതിൽ എഴുതണം, വ്യക്തമായ എവിഡൻസുകൾ കൊണ്ടുവരണം, അതിനകത്തുള്ള എല്ലാ എവിഡൻസുകളും നമ്മൾ കണക്കാക്കി വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു വിസ്താര സമയത്ത് അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടൂ. അനാവശ്യമായ കോടതി എന്തെങ്കിലും അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ ചെയ്യണമെങ്കിൽ അതിന് മുകളിൽ നമുക്ക് അപ്പീൽ പോയിട്ട് അത് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായത്. ഞാൻ ഇതിനകത്ത് ഒരുപാട് ഫാമിലി കോടതിയുടെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ അതെല്ലാം കയറി നോക്കണം. പ്ലേലിസ്റ്റിനകത്ത് എല്ലാം ഉണ്ട് ഫാമിലി ലോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കമൻസിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കമൻസ് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.